ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് വൈറ്റ് സോസ് ആണ്. വളരെ എളുപ്പത്തിൽ എങ്ങനെ വൈറ്റ് സോസ് ഉണ്ടാക്കാമെന്ന് നോക്കാം. അതുണ്ടാക്കാൻ 3 ഇൻഗ്രീഡിയൻസ് മതി. 100 ഗ്രാം ബട്ടർ, 1 സ്പൂൺ മൈദ, 250 ml 1 കപ്പ് പാല്. ഒരു പാന് സ്റ്റൗവിൽ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ചൂടാക്കിയെടുക്കുക. അതിലോട്ട് 100 ഗ്രാം ബട്ടർ ഇടുക. ബട്ടർ ഇട്ട് നല്ല മെൽറ്റായതിന് ശേഷം തീ എപ്പോഴും സ്ലിമ്മിലിട്ട് വെക്കാൻ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. അതിലോട്ട് നല്ല മെൽട്ടായതിന് ശേഷം 1 സ്പൂൺ മൈദപ്പൊടി ഇടുക. മൈദപ്പൊടി ഇട്ടതിന് ശേഷം നല്ലോണം ബട്ടറായിട്ട് മിക്സ് ചെയ്തെടുക്കുക. രണ്ടും കട്ടലാത്ത രീതിയിൽ, കട്ട പിടിക്കാതെ അടി പിടിക്കാത്ത രീതിയിൽ നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. കൈ എടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇളക്കൽ നിർത്തി കഴിഞ്ഞാൽ ചിലപ്പോൾ അടിയിൽ പിടിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നല്ലോണം മിക്സ് ചെയ്ത് ജോയിൻ്റ് ആക്കി എടുക്കുക. അതിന് ശേഷം തള വന്നതിന് ശേഷം 1 ഗ്ലാസ് പാലാണ് എടുത്ത് 250 ml. ആദ്യം കുറച്ച് ഒഴിക്കുക, എന്നിട്ട് നല്ലോണം മിക്സാക്കി എടുക്കുക. നല്ലോണം ബട്ടറും മൈദയും പിന്നെ പാലും പാടെ മിക്സാക്കി നല്ലോണം ജോയിൻ്റ് ആക്കി എടുക്കുക. കട്ട കൊത്താത്ത രീതിയിൽ നല്ലോണം മിക്സാക്കി ഒന്ന് കുറുകി വരുമ്പോൾ കുറച്ചും കൂടി ബാക്കിയുള്ള പാല് കുറച്ചും കൂടി ഒഴിച്ചു കൊടുക്കുക. ഞാനിവിടെ 1 ഗ്ലാസ് പാല് 3 പ്രാവശ്യമായിട്ടാണ് മിക്സ് ചെയ്തെടുത്തത്. നമ്മൾ ടൈറ്റ് ആണതനുസരിച്ച് പാൽ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നല്ലോണം കുറുക്കിയെടുക്കുക. നല്ലോണം കുറുകി വന്നതിന് ശേഷം അതിലോട്ട് 1 നുള്ളു ഉപ്പ് ആഡ് ചെയ്യുക, 1 നുള്ളു പഞ്ചസാരയും. അതിനുശേഷം ഞാൻ ക്രീമി ചിക്കനാണ് ഉണ്ടാക്കുന്നത്. കുറച്ച് കുരുമുളക് പൊടിയും അതുപോലെ തന്നെ കസൂരി മേത്തി കുറച്ച് ഞെരടിയിട്ടിട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട്. പൊടികൾ ആഡ് ചെയ്തതിനു ശേഷം കൈയെടുക്കാതെ നല്ലോണം ഇളക്കി പച്ചമണം മാറുന്നത് വരെ ജസ്റ്റ് ഒന്ന് വേവിച്ചെടുക്കുക. അതിനുശേഷം നമ്മൾ ഉണ്ടാക്കുന്ന കറിയോ അല്ലെങ്കിൽ പാസ്ത അതുപോലെയൊക്കെ ഉണ്ടാക്കുന്ന എല്ലാ ഐറ്റംസൊക്കെ ഈ ക്രീം ഉപയോഗിക്കാൻ പറ്റും. പാസ്ത ഒക്കെ ഉണ്ടാക്കണമെങ്കിൽ വളരെ സിമ്പിളാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. നിങ്ങളെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. അപ്പോൾ നമുക്ക് പുതിയ റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.